നോമ്പുകാലമാണ്. ക്രൂശിതനെ പിൻചെന്നുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എപ്രകാരമാണ് ഈ നോമ്പുകാലം നാം അനുഷ്ഠിക്കേണ്ടത്, ഈ തപസ്സുകാലം ആഘോഷിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കുരിശിൻ ചുവട്ടിലെ ഒരു കഥാപാത്രം നമ്മെ നന്നായി ഇതിന് പ്രചോദിപ്പിക്കുന്നുണ്ട്. ആരെന്നല്ലേ? നല്ലവനെന്ന് നമ്മൾ വിളിക്കുന്ന ആ കള്ളൻ തന്നെയാണ് നല്ല കള്ളൻ. നല്ല കള്ളൻ എപ്രകാരമാണ് നമ്മെ നോമ്പുകാലം അനുഷ്ഠിക്കാൻ, തപസ്സുകാലം ആചരിക്കുവാൻ പ്രചോദിപ്പിക്കുന്നു നമുക്ക് നോക്കാം. ഒന്നാമതായി, പാപത്തിൻ്റെ അവസ്ഥയിൽ കിടന്നിട്ട് പോലും തിരിച്ചു വരാനുള്ള വലിയൊരു തീഷ്ണത അവൻ കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ തപസ്സുകാലത്ത് നാം ഏത് പാപത്തിൻ്റെ സാഹചര്യത്തിൽ അടിമപ്പെട്ട് കിടന്നിരുന്നാലും തിരിച്ചു വരാനുള്ള വലിയൊരു തീഷ്ണതയിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. രണ്ടാമതായിട്ട്, ഈ നല്ല കള്ളന് ആത്മാവിനെക്കുറിച്ചുള്ള ആഴമായ ഒരു ബോധ്യം ലഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് പ്രധാനമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്നും ഈശോ പഠിപ്പിക്കുന്നു. നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിലോട്ട് നമുക്ക് ഈ തപസ്സുകാലം ഒന്ന് ചിന്തിക്കാൻ നോക്കാം. അവസാനമായി, ആത്മാവിനെ സൗന്ദര്യപ്പെടുത്തുന്ന, ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന പ്രക്രിയയിലോട്ട് നമുക്ക് തിരിയാം. ശരീരത്തെ സൗന്ദര്യപ്പെടുത്തുന്ന, ശരീരത്തെ ഇഷ്ടപ്പെടുത്തുന്ന പ്രക്രിയയിലോട്ട് മാത്രമല്ലാതെ ആത്മാവിനെ സൗന്ദര്യപ്പെടുത്തുന്ന പ്രക്രിയയിലോട്ട് ഈ തപസ്സുകാലത്തേക്ക് നമുക്കൊന്ന് തിരിയാം. അങ്ങനെ ഈ തപസ്സുകാലം വളരെ അർത്ഥപൂർണമായിട്ട് യേശുനാഥനെ പിൻചൊല്ലുന്ന മാതൃകയുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.